എന്തിനേറെ പറയുന്നു? വി എസ് അച്യുതാനന്ദൻ അദ്ദേഹം കുറച്ച് നാളുകൾക്ക് പറഞ്ഞു, അദ്ദേഹത്തിന് ഇപ്പോൾ ഓർമ്മയിലാണെങ്കിൽ ആരോഗ്യമായിട്ടിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു 40ഓടുകൂടി കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ സമുദായമാകും. അപ്പം അതുവരെ എത്തുന്ന കാര്യം വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം തന്നെ നമ്മുടെ നിയോജകമണ്ഡലങ്ങൾ നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനോട് ചേർന്ന് നമ്മളിലെ ഹിന്ദുക്കളല്ലേ, ബോധപൂർവമല്ല, നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതിൽ മലപ്പുറത്ത് 4 സീറ്റ് അത് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. എങ്ങനെ നടക്കുന്ന കാര്യം കൊണ്ട് പൊന്ന് പെങ്ങന്മാർ പ്രൊഡക്ഷൻ കുറയ്ക്കല്ലേ, പണി പോക്ക. നമ്മൾ വലിയ ആദർശം പറഞ്ഞ് വെള്ളത്തിലാകുന്ന രീതിയിലാണ് പോകുന്നത്. ഇനി എല്ലാവരായി പോകും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇതിനുള്ള പരിഹാരങ്ങൾ നമ്മളൊറ്റയ്ക്കല്ല. ഇവിടെ നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഒരു കൂട്ടായ്മയാണ് വർത്തമാനകാലത്ത് അനിവാര്യമായിട്ടുള്ളത്. ആ കൂട്ടായ്മ ശക്തിഭംഗം പ്രത്യേകിച്ച് കോട്ടയത്തുകാർ. കാരണം നമുക്ക് അവർ നസ്രാണികളൊരു വെല്ലുവിളിയല്ല. അവർ കൂടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യം അവർ ഒന്നിച്ച് ഒരുപാട് കാര്യം സാധിച്ചിട്ട് പോയിട്ടുണ്ട്. അത് നമുക്ക് ഒന്നിച്ചിരിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണല്ലോ ഇപ്പോൾ തന്നെ പാലായിൽ മല പതിച്ചെടുത്തു. അവിടെ മുരുകമ്മലുണ്ട്. അവസാനമാണ് നമുക്ക് കിട്ടിയത് 24 ഏക്കർ. ചെന്നപ്പോൾ പാറയാണ് ഇത്രയുള്ളത്, 24 ഏക്കർ. അതൊരു തങ്ങൾ പാറയുണ്ട്, അതൊരു 400 ഏക്കർ. അതങ്ങോട്ട് എടുത്ത് ആരും ചോദിക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ കുശിമലയുണ്ട്, അതിനോട് ചേർത്ത് 3 മലയാണ്. അവരും കൊടുത്തത് 400 ഏക്കർ. അവരൊക്കെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് അവരുടെ ആളുകളുണ്ടായിരുന്നു, പറയാനും മേടിച്ചു കൊടുക്കാനും. നമുക്ക് പറയാനും മേടിച്ചു തരാൻ ആരുമില്ല. എത്ര ഏക്കറാണ് കൊണ്ടുപോയത്? ഇപ്പം തന്നെ നിങ്ങളുടെ അമ്പലത്തിനടുത്ത് ആദ്യത്തെ എത്ര സെൻറ്റാണ്? 60 സെൻറ്റാണ്. മറ്റേ തിരുനക്കര 40 സെൻറ്റ്. ഏതാണ്ട് വലിയ മഹാകാര്യം സാധിച്ചെന്ന പോലെയാണ്. മറ്റുള്ളവരെല്ലാം എന്തുമാത്രമാണ് വെച്ചിട്ട് പോയത്. അതിനോട് ഞാൻ നിശ്ചയം വേറെ കിടപ്പുണ്ട്, അത് വേറെയുള്ളത് തട്ടിയെടുക്കാൻ നടക്കുകയാണ്. അത് തരാൻ പോലും ഗവൺമെൻറ് സ്പീഡ് കാണിക്കും. നമ്മുടെ കാര്യങ്ങൾ കിട്ടുമ്പോൾ സ്പീഡ് കുറവാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ രാജ്യത്ത് ജനാധിപത്യമാണോ മതാധിപത്യമാണോ? ഇവിടെ മതാധിപത്യമില്ലേ? മലപ്പുറത്ത് ഞാനൊരു യോഗത്തിന് പോയി. ആ മലപ്പുറം നിലമ്പൂരാണ്. ഞാനൊരു സത്യം പറഞ്ഞു പോയ ഉടനെ തന്നെ സകല ആളുകളും കൂടെ മുസ്ലിമിൽ മുസ്ലിമിലെ തീവ്രവാദി, മിതവയാദി, അതുപോലെ ഇടത് പക്ഷത്തോടു കൂടി നിൽക്കുന്നവനും വലതുപക്ഷത്തോടു കൂടി നിൽക്കുന്നവനും ആയ എല്ലാ മുസ്ലിമും കൂടെ എതിരെ കാന്തപുരായനും നിൽക്കില്ല, അല്ലാത്ത കാന്തപുരായനും നിൽക്കില്ല, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ എന്നെ കയറി അറ്റാക്ക് ചെയ്യും. ഞാനൊന്നും പറഞ്ഞില്ല. മലപ്പുറം ഒരു ജില്ലയല്ലേപ്പാ, അവിടെ 5 നിയോജകമണ്ഡലങ്ങളിൽ ഹിന്ദു ഭൂരിപക്ഷമാണ്. ഒരു നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചിട്ടുണ്ട് പെരിന്തൽമണ്ണ. മലപ്പുറം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ആധിപത്യമുള്ള ഒറ്റ മഹാസ്ഥാനത്തൊന്നുമില്ല. ചില മേഖലയിൽ ഭൂരിപക്ഷമുണ്ട്, പക്ഷെ അവർ ഒന്നിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെ ഒരു കുട്ടിപ്പള്ളി കൂടെ നമുക്ക് കാരണം അവിടെ ഇല്ലേ, ഒരുപാട് പേരില്ലേ, ഒന്നും തന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ പേരിൽ എന്നെ എന്താ കടം? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നമുക്ക് ആ ജില്ലയിൽ കുടിപ്പള്ളികൾ തന്നാൽ ഞാനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഞങ്ങളെല്ലാം പിന്നോക്കക്കാരാണ്, ബായി നടന്നു. പിന്നെ പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം ചേർത്ത് ഞാൻ ഇവരോടൊപ്പം കീഴെ വിളിച്ച് കാശ് മുടക്കി എത്ര ലക്ഷം രൂപ എന്നെ കൊണ്ട് മുടക്കിച്ചാണെന്നറിയാം. സെക്രട്ടേറിയറ്റ് മാർച്ച്, പാർലമെൻറ്റ് മാർച്ച്, ഹൈക്കോടതി മാർച്ച്, ഇങ്ങനെ VSC ഓഫീസ് മാർച്ച്. ഈ മാർച്ച് ആള് അർത്ഥം നമ്മുടെ വേണം. കൂടെ നിന്ന്
അവർ കാര്യം സാധിച്ചിട്ടുള്ളൂ. അത് സാധിച്ചാലല്ല. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വന്നപ്പോഴും നമ്മളിലുള്ള കുറവ് പരിഹരിക്കാൻ അവർ തീരുമാനമെടുത്തു. ഭരണം കിട്ടിയപ്പോൾ മുസ്ലിങ്ങൾക്കുള്ള കുറവ് മാത്രം പരിഹരിച്ചു. എന്നാൽ ഈഴവർക്കും നരേന്ദ്ര കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കുറവുകൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തരണ്ടേ? ഒന്നിച്ചു പോയതല്ലേ മല്ലനും മാലയിലും കൂടെ വനക്ക്. പക്ഷേ നമ്മളെവിടെ കിടക്കുന്ന, നമ്മൾ താഴെ കിടക്കുന്ന അവർ അധികാരത്തിൽ നിന്നപ്പോൾ എല്ലാം കൊണ്ടുപോയി. ഇതിൻ്റെ മലപ്പുറത്തേക്ക് വരും എത്ര കൊല്ലം. മലപ്പുറം മാത്രമാണ്. നമുക്ക് കാസർഗോഡ് ഉണ്ടാകുന്നുണ്ടോ, വയനാടുണ്ടോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇല്ലാത്തതിൻ്റെ പറ്റി പറഞ്ഞപ്പോൾ അത് വർഗീയം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്നെ ഹിംസിക്കാനാണ്. ചില ചാനൽ മുതലാളിമാർ ഇരിക്കുന്ന ജീവിതം ഇതിൻ്റെ ചാനൽ മുതലാളികൾ 2 ചാനൽ മുതലാളി അയാൾ മരക്കച്ചവടക്കാരുണ്ട്. അവരുടെ ചാനൽ എന്നെ അങ്ങോട്ട് പോസ്റ്റമാട്ടം അവർ വാദിയും വെറുതെ എല്ലാം ഒന്നിച്ചിരുന്ന് തന്നെ ഞാൻ ഭയങ്കര കുഴപ്പമാണ് ചെയ്തെന്ന് പറഞ്ഞ് ചർച്ചയോട് ചർച്ച ചെയ്ത് 2 പെണ്ണും 4 ആണും കൂടെ ഇരുന്നുണ്ട്. ആ ചർച്ചയോട് ചർച്ച അടിച്ച് കസറി. ഒന്നുമില്ല, പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ വ്യാസാരനെ അപ്പുറം കൊണ്ടിരുത്തും. ഞങ്ങൾക്ക് പണിയൊന്നുമില്ലാതിരിക്കാനില്ല. നമുക്ക് എന്തെങ്കിലും പറയാൻ ഉടനെ തമിഴ്പെട്ടെന്ന് തന്നെ കൊണ്ടുവരും. പക്ഷേ മറ്റുള്ള ജാതി ഒരു നായർക്കെതിരായിട്ട് നായരെ കിട്ടുക പറയാൻ, ഒരു ക്രിസ്ത്യാനിക്കെതിരെ ക്രിസ്ത്യാനി കിട്ടുക, മുസ്ലിമിനെതിരെ ഒരു മുസ്ലിം കിട്ടുക, നമുക്കെതിരെ എത്ര എണ്ണം കിട്ടും. അവരുടെ കൂടെ ചർച്ച ചെയ്യും. പക്ഷേ മഹാനായ പിണറായി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവൻ്റെ എല്ലാം വായടക്കി പിന്നെ നിർത്തി. ഞാൻ ആ പറഞ്ഞത് കുറച്ച് ശരിയുണ്ട്, പറഞ്ഞത് ഇന്ന അർത്ഥത്തിലാണ് എന്ന് പിണറായി സഹാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചേർത്തല സമ്മേളനത്തിൽ പറഞ്ഞതോടുകൂടി ഇവന്മാർ പിന്നെ മടങ്ങി കിടന്നു. ഇതാണ് ഈ രാജ്യത്ത് നടക്കുന്നത്.